ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ നാളത്തെ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ചോദ്യം നോക്കാം. 16⁻³ അതിൻ്റെ ആൻസർ 4096 ആണ്. യൂസിങ് ദിസ് ഫൈൻഡ് ദ പവേഴ്സ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾ ഇതിൻ്റെയൊക്കെ പവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ 16⁻³ ആണ്. 4096 തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1.6 ഹോൾ ക്യൂബാണ്. അതായത് 1.6 ഇൻറ്റു 1.6 ഇൻറ്റു 1.6. അപ്പോൾ ഇതിൻ്റെ ആൻസർ 4096 ആണ്. പക്ഷേ എവിടെ നമ്മൾ പോയിൻ്റ് ഇടുന്നുള്ളതാണ് കൺഫ്യൂഷൻ. അപ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു പ്ലേസ്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു പ്ലേസ്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു പ്ലേസ്. അപ്പം മൊത്തം എത്ര പ്ലേസ് ഉണ്ട്? 3 പ്ലേസ് ഉണ്ട്. അപ്പോൾ 1 2 3 ഇവിടെയാണ് നമ്മൾ പോയിൻ്റ് ഇടേണ്ടത്. 4.096. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് 0.16 ഹോൾ ക്യൂബ്. അത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, 0.16 ഇവിടെയാണ് പോയിൻ്റ് ഉള്ളത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.16 ഇൻറ്റു 0.16 ഇൻറ്റു 0.16. നമ്മുടെ ആൻസർ ഏതാണ്? 4096 ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, 2 ഡെസിമൽ. അപ്പം മൊത്തം നമ്മുടെ ആൻസറിൽ എത്ര ഡെസിമൽ വേണം? 1 2 3 4 5 6. ഇവിടെ വെച്ചാൽ 4 പ്ലേസേ ഉള്ളൂ. അപ്പോൾ എക്സ്ട്രാ ഉള്ളത് നമ്മൾ 0 ഇട്ട് കൊടുക്കണം, എന്നിട്ട് പോയിൻ്റ് ഇടുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 0.004096. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 0.016 ഹോൾ ക്യൂബ്. ഓക്കെ, അപ്പോൾ 0.016 അതെന്ന് പറഞ്ഞിട്ടുണ്ട് 0.016 ഇൻറ്റു 0.016 ഇൻറ്റു 0.016. ഓക്കെ, നമ്മുടെ ആൻസർ ഏതാണ്? 4096 ആണ്. അപ്പോൾ ഡെസിമൽ ഇത് 3, ഇത് 3, ഇത് 3. മൊത്തം എത്ര ഉണ്ട്? 3 3 6 6 3 9. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര പോയിൻ്റ് കാണും? 9 പോയിൻ്റ് ആണ്. ഇവിടെ ആകെ 4 എണ്ണം ഉള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എത്ര 0 ഇട്ട് കൊടുക്കണം? 5 0 ഇട്ട് കൊടുക്കണം, എന്നാലേ നമുക്ക് 9 പോയിൻ്റ് റെഡി ആവുള്ളൂ. അപ്പോൾ 0.00004096. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ മാത്സൊക്കെ ചെയ്ത് നോക്കുക. ഇങ്ങനെ സ്ക്രീനിൽ വെറുതെ നോക്കി മനസ്സിലാവുമെന്ന് വിചാരിക്കും, പക്ഷേ നമുക്ക് അന്നേരം ഓർമ്മ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം തന്നെ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്ത പോയിൻ്റ്, അടുത്തൊരു മോഡലാണ്. ഇതും ചാൻസ് ഉണ്ട്. ഹാഫ് ഓഫ് 2/10. ഈ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി എന്ന് പറഞ്ഞാൽ 1/2 ആണല്ലേ. അപ്പോൾ ഹാഫ് ഓഫ് 2⁻10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ഓഫ് 2⁻10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2⁻10 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഹാഫ് ഓഫ് 2⁻10 എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക 2⁻10/2 എന്ന് പറയുമ്പോൾ 5 ആണെന്ന്. അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോണൻറ്റ് മൈനസ് ചെയ്യാണ് വേണ്ടത്. എക്സ്പോണൻറ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എക്സ്പോണൻറ്റ് 10 ആണ്. ഈ 2 വെറുതെ നിൽക്കുകയാണ്, പക്ഷേ അതിന് എന്തുണ്ട്? 1 എന്നുണ്ട്. പക്ഷേ ഈ 1ന് ഇവിടെ വലിയ വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പോണൻറ്റ് മൈനസ് ചെയ്യുമ്പോൾ 2⁻10, ഇതിൻ്റെ എക്സ്പോണൻറ്റ് 10 - 1. അപ്പോൾ 2⁻10 - 1 എന്ന് പറയുമ്പോൾ 2⁻9. അപ്പോൾ ഹാഫ് ഓഫ് 2⁻10 എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്തത് 1/3 ഓഫ് 3⁻12. 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 അല്ലേ? 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3. അതിൻ്റെ 1/3 ഓഫ് 3⁻12 ആണ് പറഞ്ഞത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3⁻12/3 അങ്ങനെയല്ലേ വരിക? 1 ഇൻറ്റു 3⁻12/3 അങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3⁻12/3. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ എക്സ്പോണൻറ്റ് 1 ഉണ്ട്. അപ്പം 312 - 1, അതായത് 3 12 - 1 എത്ര? 3⁻11. ഓക്കെ,
അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.